ഓക്കെ, 3 IPOs ഒരേ ഡേറ്റിൽ മാർക്കറ്റിൽ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആ ഒരു 3 IPOസിൻ്റെയും വീഡിയോസ് നമ്മൾ റിവ്യൂസ് ആയിട്ട് ചെയ്യാറില്ല. അതിലും കുറച്ചുകൂടെ നല്ലത് ഈ 3 IPOസും പരസ്പരം ഓരോരോ ക്രൈറ്റീരിയയിൽ നിന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ താരതമ്യം ചെയ്യാൻ പോകുന്ന 3 കമ്പനികൾ ഏതൊക്കെയാണെന്ന് അറിയാം. സിംബയോട്ടിക് ഫാം ലാബ്സിൻ്റെ IPO, അതുപോലെ സ്കൈവേസ് എയർ സർവീസസിൻ്റെ IPO, അതുപോലെ ഹൈടെക് എഞ്ചിനീയേഴ്സ്. അങ്ങനെ 3 IPOസിനെയും നമ്മൾ ആ ഒരു കമ്പനിയുടെ IPOയുടെ ഒബ്ജക്റ്റീവ്സ് ആദ്യം കമ്പയർ ചെയ്യും. എന്തിനാണ് ഈ ഒരു IPO മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്, അതുപോലെ അവരുടെ ബിസിനസ്സിൽ ഏത് കമ്പനിയാണ് കൂടുതൽ മികച്ചത്, അവരുടെ ഫൈനാൻഷ്യൽസ് ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും മികച്ച കമ്പനി ഏതാണ്, അതുപോലെ ഈ ഒരു IPO വരുന്ന വാല്യൂഷൻസ്, ആ വാല്യൂഷൻസ് വെച്ച് നോക്കുമ്പോൾ ഏത് കമ്പനിയാണ് നല്ല വാല്യൂഷനിൽ വരുന്നത്, നല്ല ബിസിനസ് മാത്രം പോരാ, അത് ഏത് പ്രൈസിലാണ് മാർക്കറ്റിൽ വരുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഷോർട്ട് ടേമിലേക്ക് ലിസ്റ്റിംഗ് ഗെയിൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ആ ഒരു കാര്യം നമ്മൾ IPOയുടെ കാര്യത്തിൽ മിക്കവാറും നോക്കുന്നതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു IPOയിൽ നോക്കുന്നത് ആ ഒരു ഷോർട്ട് ടേം പോപ്പാണ്. ഈ ഒരു IPOയിൽ ലിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രൈസ്, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സൊക്കെ എല്ലാവരും കൂടെ കണക്ക് കൂട്ടുന്ന ആ ഒരു വാല്യൂഷനേക്കാളും ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും മാർക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു റിസ്ക് കുറഞ്ഞ ആ ഒരു പ്രോഫിറ്റ് അതായിരിക്കും കുറച്ച് പേര് നോക്കുന്നത്. അതുപോലെ ഈ ഒരു IPOs നല്ലൊരു വാല്യൂഷനിൽ ലോങ് ടേമിലേക്ക് വാങ്ങാൻ വേണ്ടിയായിരിക്കും കുറച്ച് പേര് നോക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ഫാക്ടറായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു കമ്പനിയുടെ ലോങ് ടേമിലേക്കുള്ള പ്രോസ്പെക്ട്സ് എന്താണ്, അതിൽ ഏറ്റവും നല്ലത് ഇതിൽ ഏത് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ ഒരു IPOs ഓപ്പൺ ആവുന്ന ഡേറ്റ് ഓഗസ്റ്റ് 24 അതുപോലെ 27 തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ 3 കമ്പനീസിൻ്റെയും ഷെയർസിൻ്റെ അലോട്ട്മെൻറ്റ് ഫൈനലൈസ് ചെയ്യുന്ന ഡേറ്റ് ഓഗസ്റ്റ് 28. അതുപോലെ ഈ ഒരു കമ്പനിയുടെ ഷെയർസ് നമുക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടുവാണെങ്കിൽ ക്രെഡിറ്റ് ആവുന്ന ദിവസം, അല്ലെങ്കിൽ റീഫണ്ട് ക്രെഡിറ്റ് ആവുന്ന ദിവസമാണ് ഓഗസ്റ്റ് 31. അതുപോലെ ഈ ഒരു കമ്പനി അടുത്ത മാസം 1 തീയതി, അതായത് സെപ്റ്റംബർ 1 തീയതിയാണ് മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നത്. ഈ ഓപ്പണിംഗ് ഡേറ്റ് സെയിം ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ ഡേറ്റുകളും ഈ 3 IPOസിനും സിമിലർ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ IPOയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കാൻ പോകുന്നത് ഈ ഒരു സിംബയോടെക് ഫാം ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പോൾ ആ ഒരു കമ്പനി ബേസിക്കലി ഒരു API മാനുഫാക്ചറിങ് കമ്പനിയാണ്. സ്റ്റെറോയിഡ് മരുന്നുകളൊക്കെ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ IPOയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 1757 കോടിയാണ്. അതിൽ വെറും 150 കോടിയുടെ ഫ്രഷ് ഇഷ്യൂ ആണ്. അത്രയും പൈസ മാത്രമേ കമ്പനിയിലോട്ട് റേസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഈ ഒരു 1607 കോടിയും ഓഫ് ഫോർ സെയിലാണ്. ബേസിക്കലി ഈ ഒരു IPO കൊണ്ടുവരുന്നത് തന്നെ ഈ ഒരു പ്രൊമോട്ടേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിന് നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെയാണ് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്? ആദ്യം തന്നെ റോസ്വുഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഇതിൽ നിന്ന് 61% ഈ ഒരു ഓഫ് ഫോർ സെയിലിൻ്റെ ഭാഗമാവുന്നത്. ബാക്കി ആ ഒരു ഓഫ് ഫോർ സെയിലിൻ്റെ 30% ഇന്ത്യ ബിസിനസ് എക്സലൻസ് ഫണ്ട് 3 എന്ന് പറഞ്ഞ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമാണ് വിൽക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മെയിൻ പ്രൊമോട്ടേഴ്സ് ഇതിനകത്ത് ഷെയർസ് വിൽക്കുന്നുണ്ട്. ബാക്കി ആ ഒരു 9% ആ ഒരു ഓഫ് ഫോർ സെയിലിൻ്റെ മെയിൻ പ്രൊമോട്ടേഴ്സാണ് ഷെയർസ് വിൽക്കുന്നത്. ഈ ഒരു കമ്പനിയുടെ IPOയ്ക്ക് ശേഷം ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ് 33% കുറഞ്ഞു വരും. നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഈ ഒരു IPOയിൽ ഓഫ് ഫോർ സെയിലുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ നെഗറ്റീവാണോ, അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഒരു പോസ്റ്റ് ഇഷ്യൂ പ്രൊമോട്ടേഴ്സിന് എന്തുമാത്രം ആ ഒരു ഹോൾഡിംഗ് ഉണ്ട്, എന്തുമാത്രം ആ ഒരു സ്കിൻ ഇൻ ദ ഗെയിം ഉണ്ട്, ആ ഒരു ബിസിനസ്സിൽ പിന്നെ എന്തുമാത്രം അവർ ഇൻവോൾവ് ആണ്, ആ ഒരു ഫാക്ടറൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് അന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെയുണ്ട്. ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പഠിച്ച് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിൽ പാഷനുള്ള ആൾക്കാർ കുറച്ച് പേര് നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വെച്ചിട്ട് ആ ഒരു ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു സിംബയോടെക് ഫാം ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ IPOയുടെ പ്രൈസ് ബാൻഡ് വരുന്നത് 938 മുതൽ 988 രൂപ വരെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അപ്പർ പ്രൈസ് ബാൻഡ് ആയിട്ടുള്ള ആ ഒരു 988 നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പ്രൈസിൽ നമുക്ക് ആ ഒരു കമ്പനിയുടെ വാല്യൂഷൻ വരുന്നത് ഓൾമോസ്റ്റ് 6244 കോടി രൂപയാണ്. വെറും ചെറിയൊരു കമ്പനിയല്ല, അത്യാവശ്യം സൈസ് ഉള്ള ഒരു കമ്പനി തന്നെയാണിത്. ഈ ഒരു സിംബയോട്ടിക് ഫാം ലാബ്സിന്റെ IPO ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത IPO ആയിട്ടുള്ള സ്കൈവേസ് എയർ സർവീസ് എന്നുള്ള കമ്പനിയായിട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയാണ് ഈ ഒരു കമ്പനി. ഇത് കുറച്ചുകൂടെ സൈസ് കുറഞ്ഞൊരു കമ്പനിയാണ്. അവരുടെ ആ ഒരു പ്രൈസ് ബാൻഡ് വരുന്നത് 131 തൊട്ട് 138 രൂപ വരെയാണ് IPOയുടെ പ്രൈസ് ബാൻഡ്. അതിൽ 138 എന്ന് പറഞ്ഞ ഒരു ടോപ്പ് പ്രൈസ് ബാൻഡിൽ ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 2005 കോടി. അപ്പോൾ 2005 കോടി രൂപ വിലയുള്ള ഒരു കമ്പനിയാണ് ഇവരുടെ IPOയ്ക്ക് ശേഷം. ഈ ഒരു IPO 582 കോടിയുടെയാണ്. അപ്പോൾ ആ ഒരു 582 കോടിയിൽ 398.8 ഓൾമോസ്റ്റ് 400 കോടിയോളം രൂപ ഫ്രഷ് ഇഷ്യൂ ആണ്. അതുപോലെ വെറും 184 കോടി രൂപ മാത്രമേ ഉള്ളൂ ഓഫ് ഫോർ സെയിൽ. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഓഫ് ഫോർ സെയിൽ ഫാക്ടർ കുറവാണ്, പക്ഷേ കൂടുതൽ പൈസ മാർക്കറ്റിന് റേസ് ചെയ്യുന്നു ഫ്രഷ് ഇഷ്യൂ ആയിട്ട്. അപ്പോൾ നമുക്ക് നല്ലതാണെന്ന് തോന്നും. പക്ഷേ ഇവരുടെ ആ ഒരു ഓഫ് ഫോർ സെയിലുള്ള
മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഇതാണെങ്കിൽ റോസ് വുഡും അതുപോലെ പല പല ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളും ഒന്നും അല്ല. ഇതിൻ്റെ മെയിൻ പ്രൊമോട്ടേഴ്സാണ് ഇതിനകത്തുള്ള ഷെയർസ് വിൽക്കുന്നത്. ഈ യാഷ്പാൽ ശർമ്മയും തരുൺ ശർമ്മയും എന്ന് പറഞ്ഞ 2 മെയിൻ പ്രൊമോട്ടേഴ്സാണ് ഇതിൻ്റെ 72% ഓഫ് ഫോർ സെയിലിൽ ഷെയർസ് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ 2 പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള ഹിമാൻഷു ചെബ്ര എന്ന് പറഞ്ഞ ആളും രോഹിത് സെങ്കാളും അതിനകത്ത് അതുപോലെ തന്നെ ഒരു 51 കോടി രൂപയുടെ ഷെയർസ് ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി അതിൻ്റെ മെയിൻ പ്രൊമോട്ടേഴ്സാണ് ഷെയർസ് വിൽക്കുന്നത്, അല്ലാതെ ഒരു പ്രൈവറ്റ് എക്വിറ്റി ഫേംസോ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളൊന്നും നേരത്തെ മേടിച്ച് ഒരു ലാഭത്തിന് വേണ്ടി ഹോൾഡ് ചെയ്ത് വിൽക്കുന്നതല്ല. അതിൻ്റെ മെയിൻ പ്രൊമോട്ടേഴ്സ് തന്നെയാണ് കുറച്ച് ഷെയർസ് ഓഫ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു IPO സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ശതമാനം മാത്രമേ ഓഫ് ഫോർ സെയിലിൻ്റെ ഫാക്ടർ ഉള്ളൂ. ഇവിടെ പോസ്റ്റ് IPO പ്രൊമോട്ടർ ഹോൾഡിങ് മുന്നേ നമ്മൾ കണ്ട ആ ഒരു കമ്പനിയെക്കാളും ബെറ്റർ ആണ് എന്ന് വെച്ച് വളരെ നല്ലതൊന്നുമല്ല, 56.82% ഉള്ളൂ. എന്നാലും കഴിഞ്ഞ കമ്പനി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും അതുപോലെ ആ ഒരു പോസ്റ്റ് ഇഷ്യൂ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒക്കെ ബെറ്റർ ആണ്. ഇത് നമ്മൾ താരതമ്യം ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് കമ്പനി ആയിട്ടുള്ള ഹൈടെക് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് അതിൻ്റെ പ്രൈസ് ബാൻഡ് 50-53 രൂപയിലാണ് വരുന്നത്. ആ ഒരു 53 രൂപ എന്നുള്ള പ്രൈസ് വെറും 503 കോടി മാത്രമേ ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളൂ. അപ്പം ഏറ്റവും ചെറിയ കമ്പനിയാണ് നമ്മുടെ ഈ ഒരു കമ്പാരിസണിൽ. ഈ ഒരു IPOയുടെ ഇഷ്യൂ സൈസും വളരെ ചെറുതാണ്, 135.73 കോടി മാത്രമേ ഉള്ളൂ. അതിൽ 60 കോടിയോളം രൂപ ഫ്രഷ് ഇഷ്യൂ ആണ്. അപ്പോൾ ബാക്കി ആ ഒരു 75 കോടിയോളം രൂപ ഓഫ് ഫോർ സെയിലാണ്. അപ്പോൾ പകുതി കൂടുതൽ ഓഫ് ഫോർ സെയിലാണ്. വെറും 60 കോടി മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു IPO കൊണ്ടുവരുന്നത്. അപ്പോൾ വെറും 503 കോടി രൂപയുള്ള കമ്പനിയിൽ 75 കോടിയുടെ ഷെയർസ് വിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു സ്കൈവേസ് എയർ സർവീസ് എന്ന് പറഞ്ഞ കമ്പനിയെക്കാളും ബെറ്റർ അല്ലെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സിംബയോടെക് ഫാർമ ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനിയെക്കാളും ബെറ്റർ ആണ് ഇവരുടെ ആ ഒരു IPOയുടെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു IPOയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കി, അതുപോലെ തന്നെ ഈ ഒരു IPOയിൽ നമ്മൾ റേസ് ചെയ്യുന്ന പൈസ, ഈ ഒരു സിംബയോട്ടിക് ഫാം ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനി ഇവർ ആ ഒരു ഫ്രഷ് ഇഷ്യൂവിൽ റേസ് ചെയ്യുന്ന പൈസ ബേസിക്കലി അവർ കടം അടച്ചു തീർക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത കമ്പനിയായിട്ടുള്ള സ്കൈവേസ് എയർ സർവീസ് എന്ന് പറഞ്ഞ കമ്പനിയും ബേസിക്കലി ഇവരുടെ ആ ഒരു കടം അടയ്ക്കാൻ വേണ്ടിയിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് ആ ഒരു പൈസ റേസ് ചെയ്യുന്നത്. ആ ഒരു ഫ്രഷ് ഇഷ്യൂവിൻ്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഈ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സിൻ്റെ ഈ ഒരു ഫ്രഷ് ഇഷ്യൂവിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 കോടിയോളം രൂപ അവരുടെ ആ ഒരു പ്ലാനിലും മെഷീനറിലും അവർ ക്യാപെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസിക്കലി ആ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് അവർ 30 കോടി കളക്ട് ചെയ്യുന്നത്. ബാക്കി ആ ഒരു 16 കോടി അവർ കടമടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ബാക്കി പൈസ അവർ ആ ഒരു ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഇഷ്യൂ ആ ഒരു IPOയ്ക്ക് ശേഷമുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് 71% മുകളിലുണ്ട്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഒരു ബെറ്റർ കാര്യങ്ങളാണ് അവർ കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു IPOയുടെ ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ പകുതിയോളം പൈസയിൽ കൂടുതൽ അവർ ഷെയർസ് വിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു IPOയുടെ ഉദ്ദേശം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കമ്പനി ആ ഒരു സ്കൈവേസ് എയർ സർവീസസ് ആണ്. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത്. രണ്ടാമത് ഏറ്റവും നല്ല ആ ഒരു പോയിന്റ് ഉള്ളത് ഹൈടെക് എഞ്ചിനീയേഴ്സിന് തന്നെയാണ്. പക്ഷേ അവർക്ക് ഫസ്റ്റ് കൊടുക്കാമായിരുന്നു. പക്ഷേ അവർക്ക് സെക്കൻഡ് പോയിന്റ് ആക്കിയതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടുതൽ വെറും 135 കോടിയോളം രൂപയുടെ IPO കൊണ്ടുവരുന്നതിൽ 75 കോടിയോളം രൂപ അവർ ഓഫ് ഫോർ സെയിലാണ്. വെറും 60 കോടി അവർ ക്യാഷ് റേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ആ ഒരു 60 കോടി അവർക്ക് അല്ലാതൊക്കെ വേണമെങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ ഒരു IPOയുടെ കാര്യമില്ലായിരുന്നു. അപ്പോൾ ബേസിക്കലി ഈ ഒരു IPOയുടെ ഉദ്ദേശം തന്നെ പ്രൊമോട്ടേഴ്സിന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ IPO ഒബ്ജക്റ്റീവ്സിൻ്റെ അടുത്തിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഈ ഒരു സിംബയോടെക് ഫാം ലാബ്സ് ആണ്. കാരണം എന്ന് വെച്ചാൽ 1757 കോടി രൂപയുടെ IPOയിൽ വെറും 150 കോടി രൂപ മാത്രമാണ് കമ്പനിയിലോട്ട് വരുന്നത്. ബാക്കി മൊത്തം പൈസ എന്തിനു വേണ്ടിയാണ്? പ്രൊമോട്ടേഴ്സ് എക്സിറ്റ് ചെയ്യണം. പ്രൊമോട്ടേഴ്സും ഇൻവെസ്റ്റ്മെന്റ് ഫേംസും അതിനകത്തുള്ളത് എക്സിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്കാണ് ഏറ്റവും കുറച്ച് പോയിന്റ്. പിന്നെ നമുക്ക് ഈ ഒരു 3 കമ്പനികളെ ബിസിനസ് മോഡലൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സിംബയോടെക് ഫാം ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനി ബേസിക്കലി ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. എന്ന് വെച്ചാൽ ബേസിക്കലി പറഞ്ഞാൽ ആ ഒരു കെമിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ആ ഒരു മരുന്നുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡോളോ എന്ന് പറഞ്ഞ ടാബ്ലറ്റിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന അസെറ്റോമിനോഫിൻ എന്ന് പറഞ്ഞ ആ ഒരു പാരസെറ്റമോൾ എന്ന് പറഞ്ഞ ആ ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ആ ഒരു മരുന്നിൻ്റെ പേരാണ് ഡോളോ. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന മരുന്നാണ് ഡോളോ. അപ്പോൾ ഈ ഒരു മൈക്രോ ലാബ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ആ ഒരു ഡോളോ എന്ന് പറഞ്ഞ ഒരു മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനി ഈ ഒരു പാരസെറ്റമോൾ എന്ന് പറഞ്ഞ ഒരു അസെറ്റോമിനോഫിൻ എന്ന് പറഞ്ഞ ആ ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് വേറൊരു കമ്പനിയിൽ നിന്ന് വരുത്തിയിട്ടായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു കമ്പനി മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറോയിഡ് മരുന്നുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയൊക്കെ സപ്രസ് ചെയ്യേണ്ട ആവശ്യം വരും. ഇപ്പോൾ ആസ്മ അറ്റാക്കുകൾ കുറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് സ്റ്റെറോയിഡ് മരുന്നുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടൈപ്പ് മരുന്നുകൾക്കൊക്കെ ഉള്ള ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു കമ്പനിയുടെ മെയിനായിട്ടുള്ള നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്. അവർ 97% റവന്യൂസ് ഈ ഒരു API നിന്ന് വരുന്ന സമയത്ത് 62% അവരുടെ ആ ഒരു റവന്യൂസിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റെറോയിഡ് APIകളാണ്. അതിൽ ഹൈഡ്രോകോർട്ടിസോൺ ആണ് അതിൽ മെയിൻ. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ ഒരു നെഗറ്റീവായിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ആണ്. പിന്നെ ഇവരുടെ ബിസിനസ് 33% മാത്രമേ ഡൊമസ്റ്റിക് ഉള്ളൂ. ബാക്കി ആ ഒരു 67% ബിസിനസ് എന്ന് പറയുന്നത് എക്സ്പോർട്സ് ആണ്. അതിൽ 29% യൂറോപ്പിലും അതുപോലെ 13% US-ലും അതുപോലെ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ 25%. അപ്പോൾ അവരുടെ ആ ഒരു പ്ലാന്റുകളുടെയൊക്കെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു റെഗുലേറ്ററി അപ്രൂവൽസും ഒക്കെ
കിട്ടിയതായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്ര നല്ല രാജ്യങ്ങളിൽ ഇവർക്ക് എക്സ്പോർട്ടുകൾ ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല കൂടുതൽ റവന്യൂസ് എക്സ്പോർട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഈ ഒരു കമ്പനിക്ക് ആ ഒരു ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രീഷിയേഷൻ്റെ ആ ഒരു ബെനിഫിറ്റും കിട്ടും. ഇന്ത്യൻ റുപ്പിയുടെ വില കുറഞ്ഞു പോകുന്ന അവർക്കൊരു ബെനിഫിറ്റാണ്. കാരണം വെച്ചാൽ അവരുടെ ഏർണിങ്സ് വരുന്നത് പുറത്തുള്ള രാജ്യത്തുള്ള കറൻസിന്നാണ്. യൂറോപ്പിൽ നിന്ന് യൂറോയിലായിരിക്കും ഏൺ ചെയ്യുന്നത്, US നിന്ന് US ഡോളറിലായിരിക്കും. അപ്പം അങ്ങനെയുള്ള കറൻസികളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുന്നതുകൊണ്ട് അതൊരു ബെനിഫിറ്റാണ് ഈ ഒരു കമ്പനിക്ക്. ഇവർ 2002 തുടങ്ങിയൊരു ബിസിനസ്സാണ്. ഇവരുടെ മെയിനായിട്ടുള്ള പ്ലാന്റ് വരുന്നത് മധ്യപ്രദേശിൽ ഇൻഡോറിൽ ആ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ്. അപ്പോൾ ഇൻഡോറിൽ തന്നെ അവർക്ക് 2 പ്ലാന്റുകളുണ്ട്. അപ്പോൾ അവിടെയാണ് അവരുടെ ആ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് എല്ലാം ഉള്ളത്. അതേസമയം നമ്മൾ സ്കൈവേസ് എയർ സർവീസ് എന്ന് പറഞ്ഞ കമ്പനി ബേസിക്കലി ഒരു ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയാണ്. ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനി എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഗോ ഗുഡ്സ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്ന കമ്പനി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവരല്ല ആ ഒരു കാർഗോ സർവീസ് ചെയ്യുന്നത്. ബേസിക്കലി ഫ്ലൈറ്റ് കമ്പനി, ഇപ്പോൾ ലുഫ്താൻസ അല്ലെങ്കിൽ സ്പൈസ് ജെറ്റിൻ്റെ കാർഗോ സർവീസ് ഉണ്ട്, എയർ ഇന്ത്യയുടെ കാർഗോ സർവീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് കമ്പനീസിനെ കൊണ്ടായിരിക്കും എയർ കാർഗോ ചെയ്യിക്കുന്നത്. അതുപോലെ ഓഷൻ കാർഗോ സർവീസും ഉണ്ട് അവർക്ക്. അപ്പോൾ ഇവർ ബേസിക്കലി 1984 സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. ഒരുപാട് പഴക്കമുള്ള കമ്പനിയാണ്. ഇപ്പോൾ ഈ ഒരു കമ്പനി പണ്ട് ഈ ഒരു കസ്റ്റംസിൻ്റെയൊക്കെ ആ ഒരു ക്ലിയറൻസ് ഇത് ഓരോ കമ്പനികൾക്ക് മേടിച്ച് കൊടുക്കുകയും അങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. ഇവർക്ക് അവരുടെ ആ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് ആ ഒരു കാര്യങ്ങൾ മൊത്തം ഒന്നിച്ച് ഈ ഒരു കസ്റ്റംസ് ക്ലിയറൻസും ഈ ഒരു പ്രോഡക്റ്റിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് ഒത്തിരി ഫാർമസ്യൂട്ടിക്കൽ സാധനങ്ങൾ ഇപ്പോൾ വെളി രാജ്യത്തോട്ട്, ഇപ്പോൾ US അയക്കണമെന്ന് വെക്കുക. അപ്പോൾ ഈ ഒരു കമ്പനി ഏൽപ്പിക്കാമെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കാർഗോ ഏത് ഫ്ലൈറ്റ് കമ്പനി വെച്ച് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്ന തൊട്ട് കസ്റ്റംസ് ക്ലിയറൻസ് അതുപോലുള്ള ആ കാര്യങ്ങളോട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തിട്ട് ഒരു ചാർജ് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് മേടിക്കും. അതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ബിസിനസ്. അവരുടെ മെയിനായിട്ടുള്ള ബിസിനസ് എന്ന് വെച്ചാൽ ഇതുപോലുള്ള കാർഗോസ് ഏതെങ്കിലും എയർവേസ് വഴിയോ ഓഷൻ വഴിയോ ഒക്കെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അവർ അതിനിടയ്ക്കുള്ള ആ ഒരു കസ്റ്റംസ് ബ്രോക്കിങ്, അതുപോലെ ട്രക്കിങ്, വെയർ ഹൗസിങ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ അതിൻ്റെ ഇടയിലുള്ള എല്ലാം അവർ തന്നെ കൈകാര്യം ചെയ്തോളും. അവർക്ക് ഇന്ത്യയിൽ 30ഓളം സിറ്റികളിൽ പ്രസൻസ് ഉണ്ട്. അതുപോലെ പുറത്ത് 11ഓളം രാജ്യത്തിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ ബിസിനസ്സിലെ മെയിനായിട്ടുള്ള ഭാഗം അവരുടെ ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്നാണ് വരുന്നത്. 23% കാർഗോസ് ഇവർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെയാണ് കൊണ്ടുപോകുന്നത്. ബാക്കി ഒരു 13% ടെക്സ്റ്റൈൽ കമ്പനികളുടെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവരുടെ ജോഗ്രഫി വൈസ് ബിസിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഏഷ്യ എന്ന് പറഞ്ഞ ആ ഒരു കോണ്ടിനെന്റിൽ തന്നെയാണ് 86% ഈ ഒരു കമ്പനിയുടെ റവന്യൂസ് വരുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുടെ ബിസിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ മെയിനായിട്ടുള്ള ബിസിനസ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈഡ്രോളിക് ഫിറ്റിംഗ്സ് വെച്ചിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു വെബ്സൈറ്റിൽ നോക്കാൻ തന്നെ നമുക്കറിയാം അവർ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത്. പല രീതിയിലുള്ള ഇലക്ട്രിക്കൽ സർവീസുകൾ, അതുപോലെ മെക്കാനിക്കൽ സർവീസുകൾ, പ്ലംബിംഗ് ആൻഡ് ഫയർ ഡിറ്റക്ഷൻ്റെ സർവീസുകൾ ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എങ്ങനത്തുള്ള പ്രോജക്റ്റുകളാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓഫീസ് ഫിറ്റ് ഔട്ട്സ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റോളേഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ഇവരുടെ DLF ഒക്കെ ഇവരുടെ ഒരു കസ്റ്റമറാണ്. അപ്പോൾ ഇൻഫ്രാ പ്രോജക്ട്സിനൊക്കെ ഇവർ ഇതുപോലുള്ള ഫിറ്റിങ്സ്, ഹൈഡ്രോളിക് ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്കായിട്ടുള്ള ഈ ഒരു ഡേറ്റാ സെൻറ്റേഴ്സിന് വേണ്ടിയും ഇതുപോലുള്ള സർവീസുകൾ ഈ ഒരു കമ്പനി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ആ ഒരു ഹൈഡ്രോളിക് ഫിറ്റിങ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ മെഷീനറിയിലാണ്. രണ്ടാമത് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടൊരു പോർഷൻ ഫാമിംഗ് ആ ഒരു ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 70% റവന്യൂസ് വരുന്നത് ഡൊമസ്റ്റിക്കിൽ നിന്നാണ്, 30% മാത്രമേ എക്സ്പോർട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 കമ്പനികൾ ഏകദേശം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇത് വെച്ച് നമുക്ക് ഏത് ബിസിനസ്സാണ് മികച്ചതെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഫൈനാൻഷ്യൽസ് കൂടെ നമ്മളിതിൽ ഒരു കൺസിഡറേഷനായിട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു സിംബയോട്ടിക് ഫാർമ ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആ ഒരു ഫൈനാൻഷ്യൽസ് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു റവന്യൂസ് അത്യാവശ്യം കമ്പനിയുടെ ചെറിയൊരു അളവിൽ വളർന്നിട്ടുണ്ട്. അതിനടുപ്പിച്ച് തന്നെ ഒരു ഇബിറ്റയിലുള്ള ഗ്രോത്തും ഉണ്ട്. അപ്പോൾ ആ ഒരു മാർജിൻസ് സെയിം ആയിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏറ്റവും ബോട്ടം ലൈനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പാറ്റ് ഒരുപോലെ വളർന്നിട്ടില്ല. 2024 100 കോടി, 2025 ഫൈനാൻഷ്യൽ ഇയർ ആയപ്പോൾ 96 കോടിയിലോട്ട് വന്നു. അതുപോലെ ആ ഒരു 2026 ഫൈനാൻഷ്യൽ ഇയറിലോട്ട് വന്നപ്പോഴും ആ ഒരു പാറ്റ് ആ ഒരു ഇബിട്ട കൂടിയാണ് കൂടിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ ബോറോയിങ്സ് കൂടിയതാണ്. അതിനനുസരിച്ച് ആ ഒരു കമ്പനിയുടെ ഫൈനാൻസ് കോസ്റ്റും കൂടിയിട്ടുണ്ട്, ആ ഒരു പലിശ കൊടുക്കുന്നത് കൂടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് നമുക്ക് അതിൽ നോക്കാമെന്നുണ്ടെങ്കിൽ തന്നെ കാണാം ആ ഒരു പ്രോഫിറ്റിന് അനുവാദമായിട്ടല്ല, അതിൽ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് ഈ ഒരു കമ്പനിയോട് വരുന്നുണ്ട്. അത് ഈ ഒരു കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. പേയ്മെൻറ്റ്സ് കറക്റ്റ് സമയത്ത് ഈ ഒരു കമ്പനിയോട്ട് വരുന്നു എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ഇവരുടെ ഒരു കസ്റ്റമർ റിലേഷൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 70% റവന്യൂസ് വരുന്നത് 7 വർഷത്തോളം പഴക്കമുള്ള കോൺട്രാക്ട്സുള്ള പഴയ കസ്റ്റമേഴ്സിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നത് വെച്ചാൽ ഈ ഒരു കമ്പനിയുടെ മാർജിൻസ് റോ മെറ്റീരിയൽ പ്രൈസിലെ ഹെഡ്ജ് ആണെങ്കിൽ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ വലിയൊരു പ്രൈസിങ് പവർ അവർക്ക് ആ ഒരു പഴയ കസ്റ്റമേഴ്സിനിടെ കിട്ടത്തില്ല. പക്ഷേ ആ ഒരു പഴയ 63ഓളം കസ്റ്റമേഴ്സ് തന്നെയാണ് അവരുടെ ആ ഒരു ബിസിനസ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്, ആ ഒരു API സപ്ലൈക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവരുടെ ആ ഒരു ഇബിട്ട മാർജിൻസ് നോക്കാമെങ്കിൽ 25% ഉണ്ട് ഇബിട്ട മാർജിൻസ്. പക്ഷേ ആ ഒരു മാർജിൻ പോലെ തന്നെ അത്രയും നല്ലൊരു പിക്ചറല്ല ഈ ഒരു റിട്ടേൺ ഓൺ എക്വിറ്റി വരുന്നത്. അത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 15% താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ബിസിനസ് ചെയ്യുമ്പോൾ, അതുപോലെ റിസ്കോടെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് കുറവാണ് റിട്ടേൺ ഓൺ എക്വിറ്റി.
equity. അതുപോലെ നമ്മൾ സ്കൈവേസ് എയറിൻ്റെ ആ ഒരു ബിസിനസ്സിലെ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു ഇബിട്ട വാല്യൂ ടോട്ടൽ ഇൻകത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗമാണ്. ആ ഒരു 2026 2839 കോടിയോളം ടോട്ടൽ റവന്യൂ ഉണ്ടാക്കിയിടത്ത് 125 കോടി മാത്രമേ ഇബിട്ട ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ മാർജിൻസ് വളരെ കുറവാണെന്ന് നമുക്ക് ആ ഒരു കാര്യത്തിൽ മനസ്സിലായി. അതുപോലെ ആ ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം അത് IPO കൊണ്ടുവരുന്ന ആ ഒരു വർഷം 113 കോടിയോളം രൂപ കമ്പനിയിലോട്ട് വന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാര്യത്തിൽ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ക്യാഷ് ഫ്ലോസ് ഒക്കെ നോക്കുക, അതിന് മുന്നേ ഉള്ള 2 വർഷത്തെ ക്യാഷ് ഫ്ലോസ് വളരെയധികം മോശമാണ്. ഇവരുടെ ബിസിനസ്സിൽ ക്രെഡിറ്റിലാണ് പൈസ മേടിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു കമ്പനിയുടെ ടേംസ് ഓഫ് ട്രേഡ് മോശമാക്കുകയാണ്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി കുറവാണെന്നുള്ളതാണ് ആ ഒരു കാര്യം കാണിക്കുന്നത്. പിന്നെ നമ്മൾ മാർജിൻസ് നോക്കുകയാണെങ്കിൽ ഇബിട്ട മാർജിൻസ് കുറവാണ് ഈ ഒരു കമ്പനിക്ക് 4% ആ റേഞ്ചിലൊക്കെയാണ്. അതുപോലെ തന്നെ റിട്ടേൺ റേഷ്യോസും കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. ഓൾമോസ്റ്റ് 15% ആ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ. ഈ 2 കമ്പനികളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കാൻ പോകുന്ന ഈ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സിൻ്റെ ആ ഒരു ഫൈനാൻഷ്യൽസ് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു ഗ്രോത്ത് അല്ല ഒരു റവന്യൂവിൻ്റെ കാര്യത്തിലും ഇബിട്ടയുടെ കാര്യത്തിലും പ്രോഫിറ്റിൻ്റെ കാര്യത്തിലും വന്നിരിക്കുന്നത്. പക്ഷേ സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്താണ്. അതുപോലെ ആ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ആ ഒരു കമ്പനിയിൽ ക്യാഷ് ഫ്ലോസ് വന്നിട്ടുണ്ട്. അത് ആ ഒരു കമ്പനിയുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മൾ മാർജിൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു കമ്പനിയുടെ മാർജിൻസ് കൂടുതലാണ്. 22%-ഓളമൊക്കെയാണ് ഈ ബിട്ട മാർജിൻസ്. അതുപോലെ റിട്ടേൺ റേഷ്യോസ് അത്യാവശ്യം നല്ലതാണ്. 20%-ഓളം റിട്ടേൺ ഓൺ എക്വിറ്റിയും 25%-ഓളം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ഈ ഒരു 2026 ഫൈനാൻഷ്യൽ ഇയറിൽ ഈ ഒരു കമ്പനിക്കുണ്ട്. അപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഈ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സ് ആണ്. അതുപോലെ രണ്ടാമത് വരുന്നത് ഈ ഒരു സിംബയോടെക് ഫാം ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതുപോലെ ആ ഒരു ക്രെഡിറ്റിൽ പൈസ വരുന്നുണ്ട്, ആ ഒരു പേയ്മെൻറ്റ് താമസിച്ച് കമ്പനിയിലോട്ട് എത്തുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു മാർജിൻസൊക്കെ വളരെ കുറവായതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സ്കൈവേസ് എയർ സർവീസ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് നമ്മൾ ഏറ്റവും കുറച്ച് പോയിന്റ് ആ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത് കമ്പയർ ചെയ്യാൻ നോക്കുന്ന ഈ ഒരു കമ്പനികളുടെ വാല്യൂഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിംബയോട്ടിക് ഫാം ലാബ്സിൻ്റെ കമ്പാരിസൺ ചെയ്യുന്നത് ഡിവിസ് ലാബ്, കോൺകോഡ് ബയോടെക്, ലോറസ് ലാബ് അതുപോലുള്ള കമ്പനികളുമായിട്ടാണ്. അപ്പോൾ ഈ കമ്പനികൾക്ക് പലതിനും നമ്മുടെ ഈ ഒരു സിംബയോടെക് ഫാം ലാബ്സിനെക്കാളും മാർജിൻസ് കൂടുതലുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു സെക്ടറിലുള്ള ഈ ഒരു ബിസിനസ്സിലുള്ള കമ്പനികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ള കമ്പനികൾക്കെല്ലാം നല്ല വാല്യൂഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിക്ക് വരുന്ന ആ ഒരു 56 ടൈംസ് പ്രൈസ് ടു ഏർണിങ്സ് ബാക്കിയുള്ള കമ്പനികളെ താരതമ്യേന റീസണബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു കൊഹാൻസ് ലൈഫ് സയൻസിന് ആ ഒരു ലോറസ് ലാബിൻ്റെയൊക്കെ വാല്യൂഷൻസ് നോക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിക്കൊക്കെ ഈ ഒരു കമ്പനിയുടെ കണക്കുള്ള മാർജിൻസേ ഉള്ളൂ. പക്ഷേ അവരുടെ വാല്യൂഷൻ ഓൾമോസ്റ്റ് 100 ടൈംസ് പ്രൈസ് ടു ഏർണിങ്സിന് അടുത്തൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വാല്യൂഷൻ തന്നെയാണ് ഈ ഒരു കമ്പനി വരുന്നത്. എക്സ്പെൻസീവ് അല്ല, എന്നാൽ റീസണബിൾ ആണ്, കുറച്ച് ചീപ്പാണ് PSUമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ. അതേസമയം ഈ ഒരു സ്കൈവേസ് എയർ സർവീസിൻ്റെ വാല്യൂഷൻസ് നമുക്ക് PSUമായിട്ട് കറക്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഡെലിവറി പോലുള്ള ലോജിസ്റ്റിക്സ് കമ്പനികളുമായിട്ടാണ് ഇതിൽ താരതമ്യം ചെയ്തിരിക്കുന്നത് അവിടെ DRHPയിൽ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു 39 ടൈംസ് ഏർണിങ്സ് ആയാൽ പോലും ഈ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോസും രീതികളൊക്കെ അനുസരിച്ച് അത്ര ചീപ്പായിട്ടുള്ളൊരു വാല്യൂഷൻ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതേസമയം നമ്മുടെ ഈ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സ് വളരെ ചെറിയൊരു കമ്പനിയാണ്. നമുക്കറിയാം 503 കോടിയോളം രൂപ മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനിക്ക് അത്രയും വളർച്ചയ്ക്കുള്ള ആ ഒരു സ്കോപ്പ് ഉണ്ട്. ഈ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സിനെ കറക്റ്റ് PSUമായിട്ടല്ല നമ്മൾ ഇതിൽ താരതമ്യം ചെയ്യുന്നത്. ഈ ഒരു എയറോഫ്ലെക്സ് ഒക്കെ ആ ഒരു മെറ്റൽ പൈപ്പിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി, അതുപോലെ ഈ ഒരു ഡൈനാമാറ്റിക് ടെക്നോളജീസ് ഈ ഒരു ഹൈഡ്രോളിക് ഫിറ്റിംഗ്സിലുള്ള കമ്പനിയാണ്. പക്ഷേ അവർ സ്പെഷ്യലൈസ്ഡ് ആയുള്ള എയറോസ്പേസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർക്ക് ഇത്ര വലിയ വാല്യൂഷൻസ് കിട്ടുന്നത്. പക്ഷേ എന്നാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനികൾ ഈ ഒരു സെക്ടറിലുള്ളത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ വാല്യൂഷൻസിൻ്റെ പോയിന്റ് ഉറപ്പായിട്ടും ഹൈടെക് എഞ്ചിനീയേഴ്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ആ ഒരു റീസണബിൾ വാല്യൂഷൻസ് വരുന്ന ആ ഒരു സിംബയോട്ടിക് ഫാം ലാബ്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. മൂന്നാമത് ഏറ്റവും കുറച്ച് പോയിന്റ് ആ ഒരു വാല്യൂഷൻ്റെ കാര്യത്തിൽ കൊടുക്കുന്നത് ആ ഒരു സ്കൈവേസ് എയർ സർവീസ് എന്നുള്ള കമ്പനിക്കാണ്. പിന്നെ അതുപോലെ ആ ഒരു IPOയിലെ ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി നോക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ആങ്കർ ലിസ്റ്റ് ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഡേറ്റ നമ്മൾ ലാസ്റ്റ് ദിവസമാണ് നോക്കുന്നതെങ്കിൽ അതൊക്കെയാണ് ആ ഒരു ലിസ്റ്റിംഗ് ഗെയിൻസിൻ്റെ കാര്യത്തിൽ മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഗ്രേ മാർക്കറ്റിലെ ട്രേഡിംഗ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഈ ഒരു പ്രൈസ് കുറവായതുകൊണ്ട് ഈ ഒരു 50-51 പ്രൈസ് ബാൻഡിൽ വരുന്നതുകൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് ആ ഒരു 10% നിന്ന് ഓൾമോസ്റ്റ് 75%-ലോട്ടൊക്കെ ആ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം മാറിയിട്ടുണ്ട് ഈ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 75%-ഓളം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ആ ഒരു ലിസ്റ്റിംഗ് ഗെയിൻസിൻ്റെ സാധ്യത ഏറ്റവും കൂടുതൽ ആ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സാണ്. നമ്മൾ വാല്യൂഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ പോയിന്റ് ഹൈടെക് എഞ്ചിനീയേഴ്സിനാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ലിസ്റ്റിംഗ് പോപ്പിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സാണ്. രണ്ടാമത് ഈ ഒരു സിംബയോട്ടിക് ഫാം ലാബ്സിനാണ്. ഓൾമോസ്റ്റ് 22%-ഓളം ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഈ ഒരു സ്കൈവേസ് എയർ സർവീസ് എന്നുള്ള കമ്പനി. ഓൾമോസ്റ്റ് 17% ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 IPOസിനും ലിസ്റ്റിംഗ് ഗെയിൻസിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഹൈടെക് എഞ്ചിനീയേഴ്സിൻ്റെ ലിസ്റ്റിംഗ് ഗെയിൻസിനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ് ഈ 2 കമ്പനീസിന് താരതമ്യേന. പിന്നെ ഈ ഒരു കമ്പാരിസൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ഈ ഒരു ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടാൻ സാധ്യതയുള്ള കമ്പനി ഏതാണ്? അപ്പോൾ ഈ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സ് വളരെ ചെറിയ കമ്പനി ആയതുകൊണ്ടും അവരുടെ ആ ഒരു വളർച്ചയ്ക്ക് അത്ര സാധ്യതയുള്ളതുകൊണ്ടും ഈ ഒരു വാല്യൂഷൻസിൽ മാർക്കറ്റ് വരുന്നതുകൊണ്ടും അതുപോലെ അവരുടെ ആ ഒരു ബിസിനസ് അത്ര നല്ലതായതുകൊണ്ടും ഒക്കെ
ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു പോയിന്റ് ഉറപ്പായിട്ടും ഹൈടെക് എഞ്ചിനീയേഴ്സിനാണ് കൊടുക്കുന്നത്. രണ്ടാമത് ഈ ഒരു API ബിസിനസ്സിൽ ഈ ഒരു മധ്യപ്രദേശിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു സിംബയോടെക് ഫാം ലാബ്സിനാണ് കൊടുക്കുന്നത് ലോങ് ടേമിലേക്കുള്ള പോയിന്റ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് ഇത്രയും റെഗുലേറ്ററി അപ്രൂവൽസും ഒക്കെ കിട്ടി ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടുള്ള കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ എക്സ്പോർട്ടിൽ നിന്നാണ് നല്ലൊരു ശതമാനം റവന്യൂസ് ഈ ഒരു കമ്പനിക്ക് വരുന്നത്. ഇതിൽ ഒത്തിരി ഇൻവെസ്റ്റേഴ്സൊക്കെ എക്സിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൻ്റെ ബിസിനസ്സിൽ ഒരുപാട് റിസ്ക്കുകളുണ്ടെങ്കിലും മിക്കവാറും ഒരുപാട് കമ്പനികൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഡിവിസ് ലാബ് അതുപോലെ ഒരുപാട് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ രണ്ടാമത്തെ ഏറ്റവും ബെസ്റ്റ് കമ്പനിയായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ ഒരു സിംബയോടെക് ഫാം ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതുപോലെ ഈ ഒരു സ്കൈവേസ് എയർ സർവീസിൻ്റെ ആ ഒരു ബിസിനസ് മോശമായതുകൊണ്ടല്ല, ഈ ഒരു ഫ്ലൈറ്റ് സർവീസ് അവർ 40 വർഷത്തോളം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ബിസിനസ്സിൽ. അവരുടെ ആ ഒരു കസ്റ്റംസ് ക്ലിയറൻസും നല്ല വാല്യുബിൾ ആയിട്ടൊരു ബിസിനസ്സാണ്. അവരുടെ ആ ഒരു വോളിയത്തിൻ്റെ ഗെയിമാണ് അവർ. അപ്പോൾ ആ ഒരു വോളിയത്തിൻ്റെ ആ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ മാർജിൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതുപോലെ ക്രെഡിറ്റിൽ പേയ്മെൻറ്റ് മേടിക്കുന്നതുകൊണ്ട് ആ ഒരു ബിസിനസ്സിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ക്യാഷ് പേയ്മെൻറ്റ് തിരിച്ച് താമസിച്ച് കിട്ടത്തുള്ളൂ. ക്യാഷ് ഫ്ലോ ഫ്രോം ഓപ്പറേഷൻസ് വളരെയധികം ഇറഗുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ 3 കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു കമ്പനി ലാസ്റ്റാണ് വരുന്നതെങ്കിലും ഈ ഒരു കമ്പനിയും ആ ഒരു 2000 കോടി മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള ആ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ആ ഒരു കടങ്ങളും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ നല്ലൊരു വാല്യൂഷനിൽ ആൾക്കാർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പാരിസണിൽ ഏറ്റവും പുറകിലായെന്ന് പറഞ്ഞ് വളരെ മോശമായിട്ടൊരു കമ്പനിയൊന്നും അല്ലത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പാരിസൺ ഇവിടെ തീരുമ്പം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരുന്ന ഈ ഒരു ഹൈടെക് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ IPOയ്ക്കാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സിംബയോട്ടിക് ഫാം ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനിക്കും. ഏറ്റവും കുറച്ച് പോയിന്റ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സ്കൈവേസ് എയർ സർവീസ് എന്നുള്ള കമ്പനിക്കാണ്. അപ്പോൾ ഒരേ ഡേറ്റിൽ വരുന്ന ഈ ഒരു 3 IPOസിനെ കുറിച്ച് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ ഒരു വീഡിയോ മാക്സിമം ഷോർട്ടായിട്ട് കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.